പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച വിഷയം വിശപ്പിനെ കുറിച്ചുള്ള ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും നമ്മോടൊപ്പം സന്തതചാരിയായി എപ്പോഴും അനുധാവനം ചെയ്യുന്നതുമായ ഒരു സംഗതി വിശപ്പ്. എല്ലാവർക്കും വിശപ്പുണ്ട്. ജീവനുള്ളതൊക്കെയും സസ്യങ്ങളടക്കം വിശപ്പുള്ളതാണ്. വിശപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ജീവനുണ്ട്. ഒരു മനുഷ്യന് വിശക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവനിലുള്ളതായ ജീവന്റെ വ്യാപാരം നഷ്ടപ്പെട്ട് അവൻ മരണത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവർ അവരെ പ്രേരിപ്പിക്കും, ഭക്ഷിക്കൂ ഭക്ഷിക്കൂ. നമ്മുടെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവന് വിശന്നപ്പോൾ ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. പത്രോസിനെ കുറിച്ചാണ്. ഈ വിശപ്പ് നമ്മിൽ ഭക്ഷിപ്പാനുള്ള ഒരാഗ്രഹം കൊണ്ടുവരും. വിശപ്പെന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും ജീവിതകാലം മുഴുവനും നമുക്ക് സംസാരിച്ചാലും തീരാത്ത സ്വഭാവം വിശപ്പിനുണ്ട്. ഈ വിശപ്പിന് രണ്ട് വ്യാപാര ശക്തിയുണ്ട്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിനുള്ളതായ വഴി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപവസിക്കാം. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, സ്റ്റോക്കുണ്ട്, അരിയുണ്ട്. വിശക്കുമ്പോൾ കയറി ഭക്ഷിച്ചാൽ മതി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യാം? നമുക്ക് 20 ദിവസവും 30 ദിവസവും 40 ദിവസവും ഒക്കെ നമ്മുടെ ശക്തിക്കനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഉപവസിക്കാം. എന്നാൽ വീട്ടിൽ ഭക്ഷണത്തിന് വഴിയില്ലാതെ ഒറ്റ ദിവസം പോലും നിങ്ങൾക്ക് ഉപവസിക്കാനൊക്കത്തില്ല. കാരണം തലേ ദിവസം മുതൽ നിന്നിൽ വിശപ്പ് ആരംഭിക്കും. നിന്റെ ജീവനെ പന്താടുന്നത് പോലെ ആ ജീവപ്രാണൻ ഇട്ട് നിന്നെ പന്താടും. പ്രൈസ് ദി ലോർഡ്. ഭക്ഷിപ്പാനുള്ള വസ്തുത നമ്മുടെ മുൻപിലില്ല എങ്കിൽ അത് വളരെ ശക്തിമത്തായ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം നോക്കുമ്പോൾ യേശു മരുഭൂമിയിൽ അവനെ സാത്താൻ പരീക്ഷയ്ക്കായി കൊണ്ടുപോയി. ആ മരുഭൂമിയിൽ വെച്ച് 40 ദിവസം തികഞ്ഞപ്പോൾ പിശാച് അല്പനേരം മാറി നിന്നപ്പോൾ അവന് വിശന്നു. ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ എന്തുണ്ട്? ഒന്നുമില്ല. ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ 2 ദൂതന്മാർ നമ്മുടെ മുൻപിൽ വരും. ഒന്ന് പിശാചിൻ്റെ ദൂതൻ നമ്മളോട് നിരന്തരമായി സംസാരിക്കും. ഓഫറിങ്, സ്പെഷ്യൽ ഓഫർ, ഡിസ്കൗണ്ട്, അനേക കാര്യങ്ങൾ സുലഭമായി നമ്മുടെ മുൻപിൽ കിട്ടുവാനുള്ള അനേക വസ്തുതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. നമ്മുടെ നാവിൽ നിന്ന് വെള്ളമൂറും. വിശപ്പിന് നമ്മൾ അടിമയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവൻ്റെ വാക്കുകൾ കേൾക്കും. വിശപ്പ് നമ്മെ മോഷ്ടിപ്പാൻ നിർബന്ധിക്കും. സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുകി തിന്നുവാൻ പ്രേരിപ്പിച്ച സ്ത്രീകളുടെ ചില ചരിത്രം തിരുവചനത്തിലുണ്ട്. വിശന്നിട്ട് കതിർ പറിച്ചു തിന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്കറിയാം. വിശന്നിട്ട് അത്തിയുടെ കീഴിൽ ഫലമന്വേഷിച്ചു ചെന്ന യേശുവിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്കറിയാം. പത്രോസിൻ്റെ ഒരനുഭവം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവൻ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. ആഗ്രഹത്തിന് മനുഷ്യന് അടിമയാകുന്ന ഒരു സന്ദർഭം. വിശപ്പ് പല രീതിയിൽ. അങ്ങനെ ഭക്ഷിപ്പാൻ നമ്മുടെ ഭവനത്തിൽ ഒന്നുമില്ല എങ്കിൽ നമുക്ക് വളരെ നേരത്തെ വിശപ്പ് കൊണ്ട് നമ്മൾ വലയും. നമ്മുടെ വയറ് പൊടിയും. അങ്ങനെയുള്ള വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും 2-3 ദിവസം ഏതെങ്കിലും ജോലി തിരക്കിലും മറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ രോഗിയായിരുന്ന് ഭക്ഷിക്കാതിരുന്ന അനുഭവം ഉണ്ടായേക്കാം. ഉപവാസം എടുത്ത് ഒരു 20 ദിവസമോ 30 ദിവസമോ ഒക്കെ ഉപവസിച്ചിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതൊന്നും വിശപ്പല്ല പ്രിയരെ. വീട്ടിൽ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്തോടുകൂടെ ഒരു ദിവസം നിനക്ക് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വിശപ്പ്. അലട്ടുന്ന ചിന്ത നിന്റെ ജീവിതത്തിൽ നിന്നെ ഊഞ്ഞാലിലിട്ട് ആട്ടുന്നത് പോലെ ആട്ടും. നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആകുല ചിന്തയാൽ നിന്നെ വലയ്ക്കും. എന്നാൽ അവിടെ നിനക്ക് ജയം കൊള്ളുന്നതായ ഒരു സാഹചര്യം കർത്താവിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. നോക്കൂ, ആയുർവേദത്തിൽ ഒരു തത്വമുണ്ട്. നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക്
3 നേരത്തെ ആഹാരം കഴിക്കണം. അതാണ് സാധാരണമായിട്ടൊരു രീതി, നോർമൽ. എന്നാൽ 1 നേരം ആഹാരം കഴിക്കുന്നവനെ ആയുർവേദത്തിൽ വിളിക്കുന്നത് അവൻ യോഗിയാണ്. യോഗി, സെൽഫ് കൺട്രോളിങ് പവറുണ്ട്. 2 നേരം ആഹാരം കഴിച്ചിട്ട് 1 നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുന്നവനെ അവനെ ത്യാഗി എന്ന് വിളിക്കും. ത്യാഗി, യോഗിയുണ്ട്, ത്യാഗിയുണ്ട്. എന്നാൽ 3 നേരം ആഹാരം കഴിക്കുന്നവരെ ആയുർവേദം വിളിക്കുന്നത് രോഗിയാണ്. അവന് വിശപ്പെന്നതായ ഒരു വസ്തുതയ്ക്ക് അവൻ വിശപ്പ് രോഗം പിടിച്ചവനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കുക, നിങ്ങൾ രോഗിയാണോ, അതോ ത്യാഗിയാണോ, അതോ യോഗിയാണോ? എന്നാൽ ഒരു യോഗിയായ മനുഷ്യൻ 1 നേരം ആഹാരം കഴിച്ചിട്ട് മറ്റ് 2 നേരം അവനെ തന്നെ കൺട്രോൾ ചെയ്യും, സെൽഫ് കൺട്രോളിങ്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അദ്ദേഹം പറയാണ്, എനിക്ക് വിശന്നിരിപ്പാനും അലംഭാവത്തോടിരിപ്പാനും എനിക്കറിയാം, ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം എന്നെ അഭ്യസിപ്പിച്ചു. പ്രിയരെ, വിശന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ മുൻപിൽ വന്ന് ഒരൊറ്റ വാക്കും സംസാരിക്കത്തില്ല, ഒരോഫറും തരത്തില്ല, മൗനമായിരിക്കും. നീ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ദൂതൻ വീക്ഷിച്ചും കൊണ്ടിരിക്കും. എന്നാൽ പിശാചിൻ്റെ ദൂതൻ നമ്മോട് വാതോരാതെ ഓഫറിങ് തരും. ഇന്നത് സ്പെഷ്യൽ ഓഫർ, വിലക്കുറവ്, ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന രീതിയിൽ ജീവിക്കാം. നമുക്ക് മുടിയനായ പുത്രനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവൻ വിശന്നിട്ട് അവൻ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. വളരെ നികൃഷ്ടമായിട്ടുള്ള ലോ ക്ലാസ് ഫുഡ്. എന്നാൽ ജീവനിൽ വാഴുന്നവൻ അവൻ സമൃദ്ധിയായി ഭക്ഷിക്കുമ്പോൾ എന്താണെന്നറിയാം, അവന് നല്ല നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാകും. ഉദാഹരണമായി പറഞ്ഞാൽ, 2-3 ദിവസം ഭക്ഷിക്കാതിരിക്കുന്ന വിശന്നിരിക്കുന്ന ഒരുവൻ്റെ കയ്യിൽ നമ്മുടെ നാട്ടിലെ ഒരു നെയ്യപ്പം കൊടുത്തു നോക്കൂ. ഞാൻ മലയാളികളുടെ കാര്യമാണ് പറയുന്നത്. അവൻ്റെ കയ്യിൽ ഒരു നെയ്യപ്പം കൊടുത്താൽ അവൻ കറമുറാന്ന് പെട്ടെന്ന് കടിച്ചു മുറിച്ച് അതിൻ്റെ വരണ്ടിരിക്കുന്ന ഭാഗവും അല്ലെങ്കിൽ കൂടുതൽ മൂത്ത ഭാഗവും എല്ലാം മുറുമുറാന്ന് കടിച്ച് പെട്ടെന്ന് സാപ്പിടും. ആ സാപ്പിട്ടതിന് ശേഷം 2ാമതൊരു നെയ്യപ്പം കൊടുത്തു നോക്കൂ. അതിൻ്റെ സോഫ്റ്റായ ഭാഗത്തിൻ്റെ അരികെല്ലാം മുറിച്ച് മാറ്റി വയ്ക്കും. കാരണം അവനിലെ വിശപ്പ്, ആഗ്രഹം കുറച്ചടങ്ങി. അവൻ അരികു മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കഴിക്കും. അതും കഴിച്ചതിന് ശേഷം 3ാമതൊരു നെയ്യപ്പം കൊടുത്തു നോക്കൂ. അവൻ എന്ത് ചെയ്യുമെന്നറിയാം, അതിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ള ഭാഗം മാത്രം എടുക്കും. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഭക്ഷിക്കും. അങ്ങനെ വിശപ്പിൻ്റെ ആഗ്രഹം മനുഷ്യനെ 3 തരത്തിൽ കൺട്രോൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതൊരു ലക്ഷണമാണ്, സാധാരണ സംഭവമാണെങ്കിലും അത് നമ്മളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുടെ 3 തലങ്ങളാണ്. എന്നാൽ ദൈവത്തിങ്കിലെ ആശ്രയത്താൽ തന്നെ തന്നെ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തി, അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ കയ്യിൽ പിശാച് ഒരു കല്ലെടുത്ത് കൊടുത്തു. അവൻ 40 ദിവസം പിശാച് അവനെയും കൊണ്ട് മരുഭൂമിയിൽ അങ്ങ് കൊണ്ടുപോയി. ഈ മരുഭൂമിയിൽ 40 ദിവസം ഭക്ഷിക്കാതിരുന്നതിന് ശേഷം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, പിശാച് അവനെ വിട്ടുമാറിയപ്പോൾ അവന് വിശന്നു, ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ നിൽക്കുന്നത് എവിടെ? മരുഭൂമിയിൽ. അവിടെ എന്താഹാരമാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് എന്ത് തീരുമാനമെടുക്കും എന്ന് നോക്കി ദൈവത്തിൻ്റെ ദൂതൻ ദൂരെ മാറി നിന്നു. പിശാച് വന്ന് അവനോട് സംസാരിച്ച് ഓഫറിങ് തുടങ്ങി. ഈ കല്ലിനോട് നിന്നിലുള്ള ശക്തി കൊണ്ട് നീ അപ്പമായി തീരുവാൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അത് അപ്പമായി തീരും. അത് ഞാൻ അറിയുന്നു. നിനക്ക് ആ പവറുണ്ട്, നിനക്ക് ആ ശക്തിയുണ്ട്, നിനക്കങ്ങനെയുള്ള ഒരു അധികാരമുണ്ട്. ഒന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ ആഗ്രഹത്തിന് നാം അടിമകളാകുമ്പോൾ, വിശപ്പിൻ്റെ ആഗ്രഹത്തിന് അടിമകളായാൽ നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് ആ കല്ലിനോട് പറയും, അപ്പമാകട്ടെ. എന്നാൽ നീ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി അങ്ങേപ്പുറത്ത് ഒരാൾ സർവാധികാരത്തിൻ്റെയും ആ ചെങ്കോലും പിടിച്ചും കൊണ്ട് ദൂതനെ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? മനുഷ്യൻ
അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശക്തിയേറിയ ഒരു ഭക്ഷണം അവൻ്റെ നാവിൽ, അവൻ്റെ വായിൽ ദൈവം കൊടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ സകല വചനവും മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ്. മനുഷ്യന് വചനം കൊണ്ട് ജീവിക്കാൻ കഴിയും. വചനം മനുഷ്യനെ ജീവിപ്പിക്കുന്നു. വചനം മനുഷ്യനെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നടത്തുന്നു. അക്ഷരികമായ ഭക്ഷണത്തെക്കാൾ ബലമേറിയ ഒരു ഭക്ഷണം വചനത്തിലുണ്ട്, ദൈവത്തിലുള്ള ആശ്രയത്തിലുണ്ട്. അതിൽ മനുഷ്യൻ സമൃദ്ധിയായ ജീവൻ അവന് പ്രാപിക്കാൻ കഴിയും എന്ന് പിശാചിനോട് പറഞ്ഞപ്പോൾ പിശാച് ലജ്ജിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെയാണ് പൗലോസ് പറഞ്ഞത്, വിശന്നിരിപ്പാനും അലംഭാവത്തോടിരിപ്പാനും എനിക്കറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സദൃശവാക്യം 30 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗൂർ എന്ന് പറയുന്ന ഒരു ജ്ഞാനിയായ മനുഷ്യൻ അവിടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ വിശന്നിട്ട് മോഷ്ടിപ്പാൻ ഇടവരരുത്. സമൃദ്ധി ഉണ്ടായിട്ട് നീ ആരെന്ന് ചോദിപ്പാൻ ഒരു ദാക്ഷ്യത എന്നിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് എനിക്ക് അന്നന്നത്തേക്കുള്ള ഭക്ഷണം തന്നെ നിലനിർത്തണം. ഇതാണ് ബ്ലെസ്സിങ്സ്. കർത്താവ് മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ദൈവമേ ഞങ്ങൾക്ക്, പിതാവേ ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ഭക്ഷണം തരണം എന്ന് പറഞ്ഞാൽ മറ്റന്നാളത്തേക്കുള്ള ഭക്ഷണം നിന്റെ വീട്ടിൽ വെച്ചേക്കരുതെന്നല്ല. എത്ര വർഷത്തേക്കുള്ള ഭക്ഷണവും സമ്പാദ്യം നിന്റെ വീട്ടിലുണ്ടെങ്കിലും നിന്നിലൊരു ജ്ഞാനം ദൈവം അടിസ്ഥാനമായി തരണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിന്റെ ആഗ്രഹം, ആ വിശന്നിട്ട് ഭക്ഷിപ്പാനുള്ള ഒരു ആഗ്രഹത്തെ ജയിക്കുന്ന വ്യക്തിയായി ജയം കൊള്ളുന്ന ഒരു സിദ്ധനായി നിനക്ക് മാറുവാൻ കഴിയും. ഇല്ലായെങ്കിൽ നിന്നിലുള്ളതായ ആഗ്രഹം എന്തും ഭക്ഷിപ്പാൻ നിന്നെ നിർബന്ധിക്കും, മോഷ്ടിപ്പാൻ നിന്നെ നിർബന്ധിക്കും, ആത്മഹത്യ ചെയ്യുവാൻ നിർബന്ധിക്കും, നിന്റെ കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറുവാൻ നിന്നെ നിർബന്ധിക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും സഭയിലും ദൈവത്തിനും തന്നെ ശാപഗ്രസ്തനായി മാറുവാൻ അത് വഴിതെളിക്കുന്ന ഒരു ഡേഞ്ചറസ് പോയിന്റ് വിശപ്പ്. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം പത്രോസ് ശ്രദ്ധിച്ചപ്പോൾ അവൻ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ ഇതാ സ്വർഗത്തിന്റെ കവാടം തുറന്നു. അവൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ എന്തു തീരുമാനമെടുക്കും? അതിൽ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ദൈവത്തിന് അറിയേണ്ടത്, വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ആകാത്തത് ഭക്ഷിപ്പാൻ നിന്റെ കയ്യെ നീ നീട്ടുമോ? നിന്റെ പ്രമാണത്തെ നീ വിടുമോ? നീ ഏത് നിലപാടെടുക്കും? ദൈവം അതിൽ കൂടെ ഉദ്ദേശിച്ചതായ സംഗതി മറ്റൊന്നെങ്കിലും അതിൻ്റെ അങ്ങേപ്പുറത്ത് വേറൊരു ഉദ്ദേശവും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. വിശപ്പിന്റെ മുൻപിൽ നിന്റെ വിശ്വാസത്തെ നീ അടിയറ വയ്ക്കുമോ? നിന്റെ ദൈവത്തിൻ്റെതായ ഭയത്തെ, ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ വെളിപ്പാടിനെ നീ അടിയറ വയ്ക്കുമോ? നീ നിന്നെ തന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും വിൽക്കുന്നവനായി മാറുമോ? നീ ദൈവത്തെ വിറ്റ് കാശ് വാങ്ങുന്നവനായി മാറുമോ? ദൈവത്തിന് ഇതെല്ലാം നിന്നിൽ നിന്ന് അറിയാനുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നിന്നെ വിശപ്പിന്റെ അടിത്തട്ടിലേക്ക് നിന്നെ പലപ്പോഴും ദൈവം ഇറക്കി വിടും. ചുറ്റും നോക്കുമ്പോൾ മരുഭൂമി, ഒന്നും നിന്റെ മുൻപിലില്ല. എങ്കിലും നിന്റെ കയ്യിൽ ചില ജ്ഞാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. എന്താണെന്നറിയാമോ? ഈ കല്ലിനോട് പറയുക അപ്പമാകുവാൻ. പെട്ടെന്ന് വഴുതി വീഴുന്ന ഒരു സാഹചര്യം, നിന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ ഓർത്ത്, നിന്റെ കുടുംബത്തിന്റെ വിശപ്പിനെ ഓർത്ത് ഒരുപക്ഷെങ്കിൽ നീ തെറ്റായതിലേക്ക് പോകുവാൻ സാധ്യത. ഓർത്തു നോക്കുക, ദൈവം നിന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അങ്ങേപ്പുറത്ത് ദൈവം, ആ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ അങ്ങേപ്പുറത്ത് പിശാചിൻ്റെ ദൂതന്മാരിൽ നിന്ന് നമ്മുടെ ആത്മാവിന് വേണ്ടി വില പറയുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ജയാളിയാകുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആദരത്തിൽ നിന്ന് വരുന്നതായ ഒരു വചനം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും അവന് ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക്, പശ്ചാത്തലത്തിലേക്ക് ദൈവം നിന്നെ വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. God bless you.